ബാലരാമപുരത്ത് കുട്ടിയെ കൊന്ന കേസിൽ ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ഏത് തരത്തിലാണ് ഈ ജോത്സ്യന്റെ പങ്ക്? കൃത്യമായ രീതിയിൽ ഈ ജോത്സ്യന്റെ ഇടപെടൽ ഏത് തരത്തിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്? അപർണ, ഹരികുമാർ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ പോലീസിനോട് വ്യക്തമാക്കിയത് മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കണ്ടെടുത്ത സാഹചര്യ തെളിവുകളും അതോടൊപ്പം ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും മുൻവൈരാഗ്യത്തിനപ്പുറം ചില കാരണങ്ങൾ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ സമാന്തരമായി നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ഈ കുടുംബം അന്ധവിശ്വാസത്തിന് അടിമകളാണ് എന്നും ഈ കുടുംബവുമായി ബന്ധമുള്ള ഒരു ജോത്സ്യനുണ്ട് എന്നും ഇന്നലെ അന്വേഷണ സംഘം ഉറപ്പിച്ചത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൂടി ചോദ്യം ചെയ്യൽ നീണ്ടു. അങ്ങനെയാണ് ഈ ഹരികുമാറും ശ്രീധുവും തലമുണ്ടനം ചെയ്തത് ഈ ജോത്സ്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് കണ്ടെത്തിയത്. നമ്മളാണ് ഈ രാവിലെ ഈ വാർത്ത പുറത്തുവിട്ടത്. അതിനു പിന്നാലെയാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ഈ വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ റൂറൽ എസ് പി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോഴാണ് ഇവിടേക്ക് കലിയുഗ ജോത്സ്യനായ ശംഖുമുഖം ദേവദാസനെ വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. പരോക്ഷമായി ഏതെങ്കിലും തരത്തിൽ ഈ ജോത്സ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്താനുള്ളത്. ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായി പോലീസ് പറയുന്നത്. എന്തായാലും ഈ ജോത്സ്യനുമായി ഏറെ നാളത്തെ ബന്ധം ഈ കുടുംബത്തിന് ഉണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രത്യേകിച്ച് ഹരികുമാറുമായും ശ്രീധുവുമായും ജോത്സ്യന് വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് അവർ തലമുണ്ടനം ചെയ്തതെന്ന് ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ മുൻവൈരാഗ്യം എന്ന ഹരികുമാർ പറഞ്ഞ മൊഴിക്ക് അപ്പുറത്തേക്ക് മറ്റ് എന്തൊക്കെ സാധ്യതകളാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ ജോത്സ്യനിൽ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് രാവിലെ അല്പസമയം മുമ്പ് ജോത്സ്യനെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവിടെ റൂറൽ എസ് പി എസ് സുദർശന്റെ നേതൃത്വത്തിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം വിശദമായി ശംഖുമുഖം ദേവദാസനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു തുക ഇത് കൈമാറിയതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് ഇയാൾ തട്ടിച്ചെടുത്തു എന്നുള്ള ഒരു രീതിയിലാണോ? അല്ലെങ്കിൽ അതൊക്കെ ഒരു ദുരൂഹത നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഒരു വശത്ത് നമ്മൾ പല സംഭവങ്ങളിലും കണ്ടതുപോലെ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു പോവുകയായിരുന്നു. ഈ കുട്ടിയുടെ മരണം പോലും ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശത്തിന്റെ ഭാഗത്തിലൊക്കെയാണോ ഉണ്ടായത്? അങ്ങനെ ഏതെങ്കിലും സംശയം പോലീസിനുണ്ടോ? ഇന്നലെ ജനപ്രതിനിധികളൊക്കെ പ്രതികരിച്ചത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുമെന്നാണ്. കേട്ടാൽ വിശ്വസിക്കാത്ത കണക്കുകളാണ് പുറത്തു വരുന്നത്. അവർ 30 ലക്ഷം എന്ന് പറയുമ്പോൾ ഈ ഉണ്ടായിരുന്ന ബാധ്യത 60 ലക്ഷത്തിന് മുകളിലാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളും പോലീസിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം സാമ്പത്തിക ബാധ്യത വരാൻ മാത്രമുള്ള ഒരു വ്യാപാരമോ മറ്റ് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന കച്ചവടങ്ങളോ ഒന്നും ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നതായി ഒരു വിവരങ്ങളുമില്ല, അങ്ങനെ ഒരു സൂചനകളുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ലക്ഷം രൂപയുടെ വരുമാന മാർഗം എന്തായിരുന്നു? അങ്ങനെ ഈ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് കൈമാറിയത്? അങ്ങനെ അവർക്ക് എന്തെങ്കിലും ചതി പറ്റിയതാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് സ്ഥിരീകരിക്കാനാവുന്ന സൂചനകളൊന്നും, ഉറപ്പിക്കാവുന്ന സൂചനകളൊന്നും ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വിശദമായ അന്വേഷണം അങ്ങനെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. അല്പസമയത്തിനകം അന്വേഷണ സംഘം ഈ നിലവിൽ അന്വേഷണം പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി യോഗം ചേർന്നേക്കും. അത് ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയായിരിക്കും. അതല്ല എങ്കിൽ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഓഫീസിൽ വെച്ചായിരിക്കുമെന്നാണ് സൂചനകൾ. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അന്ധവിശ്വാസവും കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ മുഖ്യ കാരണമായി എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ വീടിനുള്ളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അതുമായി ബന്ധപ്പെട്ടാണ് തുടർ ചോദ്യം ചെയ്യലിന് വേണ്ടി അന്വേഷണത്തിൽ വ്യക്തത കൈവരേണ്ടതിന് വേണ്ടി ശ്രീധു ഒപ്പം സഹോദരൻ കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള ഹരികുമാർ, ഇവര് രണ്ടുപേരുമായിരുന്നു ഈ ജോത്സ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് കുറച്ചുകൂടെ ഒരു വ്യക്തത ഒരു പക്ഷേ ഈ മരിച്ച കുട്ടിയുടെ അച്ഛന് അറിയുന്നുണ്ടാവുമോ? ആ തരത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടോ?
കുറച്ചധികം നാളുകളായി ശ്രീധുവിൻ്റെ ഭർത്താവുമായി ഒരു വലിയ ബന്ധത്തിലായിരുന്നില്ല ശ്രീധുവും കുടുംബവും അല്പം അകന്നു നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മരണാനന്തര ചടങ്ങുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹവും ഈ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ പോലീസിനെ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് തൊട്ട് അടുത്ത വീടുകളിൽ താമസിച്ചിരുന്ന ചിലർ നൽകിയ മൊഴിയാണ്. അവർ പറയുന്നത് ഈ സംഭവം ഉണ്ടായ വിവരം ഈ മുത്തശ്ശി തന്നെയാണ് ഈ തൊട്ട് അടുത്തുള്ള അയൽവാസികളെ ആദ്യം അറിയിക്കുന്നത്. അവർ അവിടേക്ക് ഓടിയെത്തുന്നു. പക്ഷേ ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു അനർത്ഥം സംഭവിക്കുന്ന വീട്ടിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാവങ്ങളായിരുന്നില്ല ഇവരുടെ മുഖത്തുണ്ടായിരുന്നത് എന്ന് ഈ പ്രദേശവാസികൾ നൽകിയ മൊഴിയാണ് ഈ കേസിൽ അന്വേഷണം ഇങ്ങനെ വിപുലമായ തരത്തിൽ മാറ്റുന്ന തരത്തിലേക്ക് എത്തിക്കുന്നതിലൊക്കെ നിർണായകമായത്. അവിടെയാണ് ഈ കുടുംബത്തെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നതും. അങ്ങനെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെയൊരു കണ്ടെത്തൽ ഉണ്ടാകുന്നത്. അവിടെയാണ് ഈ ജോൾസിന് എന്താണ് ഈ ഹരികുമാറും ശ്രീധുവുമായിട്ടുള്ള ബന്ധം എന്നതിൽ വ്യക്തത വേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുകയും അങ്ങനെ അല്പസമയം മുമ്പ് ഈ ജോൾസിനെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പോലീസിന് സംശയമുണ്ടായിരിക്കുന്ന കാര്യങ്ങളിലെ അവ്യക്തതകൾ മാറും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. SP ഉൾപ്പെടെയുള്ള DYSP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകുന്നു. ശംഖുമുഖം ദേവിദാസൻ, ദേവേന്ദു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജോത്സ്യനും പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. മരിച്ച കുട്ടിയുടെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയും അമ്മാവനും തല മുണ്ഡനം ചെയ്തത് മൊട്ടയടിച്ചത് ജോത്സ്യൻ പറഞ്ഞിട്ടാണെന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. ഇതേത് തരത്തിലുള്ള ബന്ധമാണ്? അമ്മാവന്റെ മുൻവൈരാഗ്യത്തിനപ്പുറത്തേക്ക് അന്ധവിശ്വാസം കൂടി ഇതിനകത്ത് കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ്. അങ്ങനെ കരിക്കകം ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. വീണ്ടും ഡാനിലേക്ക്. ഡാന് ഈ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുകയും അത് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് ഈ പരസ്പരം കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ട് ആ പരാതി എടുക്കാതിരിക്കുകയും ചെയ്തു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൂടി പോലീസ് അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നുണ്ടോ? ഇത് ഈ 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ട പരാതി ഇതിനകത്തൊരു നിർണായക കാര്യമായി മാറുന്നുണ്ടോ? അത് പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് അത് സംബന്ധിച്ച പരിശോധനകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സാമ്പത്തികമായ വലിയ ബാധ്യത ഉണ്ടായിരുന്നു എന്ന് അവർ പറയുമ്പോഴും എന്താണ് ആ ബാധ്യതയിലേക്ക് നയിച്ച സാഹചര്യം എന്നതിനെക്കുറിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇത് മുഴുവൻ ഒരു സീക്വൻസ് ആയിട്ടാണ് പോലീസ് കരുതുന്നത്. അതായത് ഈ സംഭവിച്ച സാമ്പത്തികമായ നഷ്ടം, അതോടൊപ്പം തന്നെ ഈ അന്ധവിശ്വാസത്തിന് അടിമകളായിരുന്നു ഈ കുടുംബം എന്ന കാര്യം, അതോടൊപ്പം ഈ ജോത്സ്യന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇവർ തലമുണ്ടനം ചെയ്യുന്നു. ഈ മരണാനന്തര ചടങ്ങുകൾ ഇന്നലെ 16-ാം ദിവസവുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആ വീട്ടിൽ നടക്കുന്നു. അതേ ദിവസം തന്നെ ഇങ്ങനെയൊരു കൃത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അവിടെയാണ് ഇപ്പോഴും വ്യക്തത വരാനുള്ളത്. അവിടെ ഈ ജീവനോടെ തന്നെ ഈ കുഞ്ഞിനെ കിണറ്റിലേക്കെടുത്ത് എറിഞ്ഞു, അങ്ങനെയാണ് ഈ മരണം ഉറപ്പുവരുത്തിയത് എന്ന് പറയുമ്പോൾ ഇത്രയധികം സംഭവങ്ങളെ പോലീസ് ഒരു സീക്വൻസ് ആയിട്ടാണ് കാണുന്നത്. ആ സീക്വൻസിനെ കോർത്തിണക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവിടെ നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശംഖുമുഖം ദേവിദാസനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച സൂചനകൾ ഇന്നലെ വൈകിട്ട് തന്നെ ലഭിച്ചിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട പരിശോധനകൾ ഇന്നലെ നടന്നത്. അപ്പോൾ ഈ കുടുംബത്തുമായി ബന്ധപ്പെട്ട് മുൻവൈരാഗ്യമെന്ന ഹരികുമാർ ചൂണ്ടിക്കാണിച്ച വിഷയത്തിന് അപ്പുറമുള്ള ചില സംശയങ്ങൾ ഉണ്ട് എന്ന് ബലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകൾ ഈ വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു.